24 മണിക്കൂർ 4 റീല് അങ്ങനെ കുമാർ സാറിന്റെ അക്കൗണ്ട് 1 മില്യൺ ആയി. ഇപ്പൊ മാർക്കറ്റിംഗിലുള്ളവർ അനലൈസ് ചെയ്തിട്ട് ഇത് കുമാർ സാർ എഫക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന പലതും തെറ്റാണ്. അവർ പറയുന്ന എഡിറ്റിംഗ് കോപ്പി ചെയ്യും, സ്റ്റോറി ടെല്ലിംഗ് അതേപോലെ തന്നെ കോപ്പി ചെയ്യും, അതേ എസ്തെറ്റിക്സ് കോപ്പി ചെയ്യും, സെയിം ക്യാരക്ടർ സെയിം സ്ക്രിപ്റ്റ് ഫോളോ ചെയ്യുന്നൊക്കെ. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്ന ഫുൾ അതാണ്. പക്ഷെ ഒരു ചോദ്യം, അവർക്കൊക്കെ വ്യൂസ് കിട്ടുന്നുണ്ടോ, എൻഗേജിങ് കിട്ടുന്നുണ്ടോ? ശരിക്കും വൈറലായത് ഒരു എഡിറ്റിംഗോ ഒരു എസ്തെറ്റിക്സോ കൊണ്ടല്ല. ഒരു 25-30 വയസ്സുള്ള ഒരു ക്രിയേറ്റർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാവുമോ? ഇവിടെ ഇമ്പാക്ട് ഉണ്ടാവാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ഗാങ്സ്റ്റർ അല്ലെങ്കിൽ മാഫിയ ലുക്കിൽ വന്നിരുന്നിട്ടാണ് സംസാരിക്കുന്നത്. നമ്മളൊരു അക്കൗണ്ടന്റിന്റെ അടുത്ത് എന്താ എക്സ്പെക്ട് ചെയ്യുക? സ്പ്രെഡ്ഷീറ്റ്, ടാക്സ് അഡ്വൈസുകൾ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടും എന്നുള്ളതാണ്. പക്ഷെ കിട്ടിയത് ഒരു സിനിമാറ്റിക് ക്യാരക്ടറും. അതാണ് ശരിക്കും ക്യൂരിയോസിറ്റി, അതാണ് നൊവേലിറ്റി, അതാണ് അറ്റൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് കുമാർ സാറിനെ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ വൈറൽ ആവുന്നില്ല. അത് കുമാർ സാർ എഫക്റ്റ് വേണമെന്നൊന്നുമില്ല. പീപ്പിൾ ഡോണ്ട് ഷെയർ കോപ്പീസ്. പീപ്പിൾ എപ്പോഴും ഷെയർ ചെയ്യില്ല എന്തെങ്കിലും സംതിങ് ന്യൂ, അവര് മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു മോഡലോ മെത്തഡൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളുടെ നീഷിൽ എന്താണ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ നീഷിൽ എന്താണ് സംതിങ് പുതിയത് ചെയ്യാൻ പറ്റിയെന്നുള്ളത് നോക്കുന്നതായിരിക്കും ബെറ്റർ.